ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് രക്തം കട്ടപിടിക്കുന്നതെന്ന് പഠിച്ചിരുന്നു. നഷ്ടപ്പെടാതിരിക്കാനും മുറിവിലൂടെയുള്ള രോഗാണുപ്രവേശനം തടയാനും രക്തം കട്ടപിടിക്കൽ സഹായിക്കുന്നു. രക്തം കട്ടപിടിക്കുന്നതോടെ മുറിവുണങ്ങൽ പ്രക്രിയയും തുടങ്ങുന്നു. വീങ്ങൽ, പ്രതികരണം, രക്തം കട്ടപിടിക്കൽ എന്നിവയ്ക്ക് ശേഷമുള്ള ഘട്ടമാണ് മുറിവുണങ്ങൽ. മുറിവുണ്ടാകുമ്പോൾ നാശമായതും നഷ്ടപ്പെട്ടതുമായ കലകൾക്ക് പകരം അതേപോലെയുള്ള കലകൾ രൂപപ്പെടുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മുറിവടയാളം അവശേഷിക്കില്ല. എന്നാൽ അതേപോലെയുള്ള കലകളെ പകരം രൂപപ്പെടുത്താനാവാത്തപ്പോൾ യോജക കലകൾ മുറിവുണക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് മുറിവടയാളം അവശേഷിക്കുന്നത്. മുറിവിലൂടെയുള്ള അണുബാധ മുറിവുണങ്ങൽ സാവധാനത്തിലാക്കുന്നു. ശക്തമായ രോഗപ്രതിരോധ സംവിധാനം മുറിവുണങ്ങൽ വേഗത്തിലാക്കി രോഗാണുബാധിതയുടെ സാധ്യത കുറയ്ക്കുന്നു. അടുത്തതായി APTT അഥവാ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്താണെന്ന് പഠിക്കാം. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് APTT. രക്തസാമ്പിളിൽ പ്രത്യേക ഏജന്റുകൾ ചേർക്കുമ്പോൾ എത്ര സെക്കൻഡ് കൊണ്ട് രക്തം കട്ടപിടിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. ഈ പരിശോധനയുടെ സാധാരണ മൂല്യം 30 മുതൽ 40 സെക്കൻഡാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും പ്രവർത്തനവും ഈ പരിശോധന വഴി അറിയാൻ കഴിയുന്നു. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവവും 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പനി ഉണ്ടാകുമല്ലോ. എന്നാൽ ഈ പനി ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്ന് എത്ര പേർക്ക് അറിയാം? ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ശരീര താപനില സാധാരണ നിലയിലും ഉയരുന്ന അവസ്ഥയാണ് പനി. ഇനി എങ്ങനെയാണ് പനി വരുന്നതെന്ന് നോക്കാം. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയരാൻ കാരണമാകുന്നു. ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു. ഫാഗോസൈറ്റോസിസിന്റെ ഫലപ്രാപ്തി കൂട്ടുന്നു. പനി ശരീരത്തിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്ന് മനസ്സിലായില്ലേ? പനി വരുമ്പോൾ നമ്മൾ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്? രോഗാണുബാധ നിയന്ത്രണാതീതമാവുന്ന സാഹചര്യങ്ങളിൽ താപനില ക്രമാതീതമായി ഉയർന്നേക്കാം. അപ്പോൾ താൽക്കാലിക ആശ്വാസത്തിനായി താപനില കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കാമെങ്കിലും പനിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്. ദീർഘസമയം താപനില ഉയർന്നു നിൽക്കുന്നത് മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ആന്തരാവയവങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം. അതിനാൽ പനി കൂടിയാൽ എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതാണ് പൊതുവായ പ്രതിരോധം അഥവാ നോൺ സ്പെസിഫിക് ബോഡി ഡിഫെൻസ്. പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പഠിച്ചത്. പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നവയാണ് പൊതുവായ പ്രതിരോധം, അതായത് നോൺ സ്പെസിഫിക് ബോഡി ഡിഫെൻസ്. പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ്. അപ്പോൾ എന്താ ലിംഫോസൈറ്റുകൾ? ലിംഫോസൈറ്റ് എന്താണെന്ന് നോക്കാം. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആന്റിജനുകൾ എന്ന് പറയുന്നു. ഓരോ ആന്റിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം അഥവാ സ്പെസിഫിക് ഡിഫെൻസ്. ലിംഫോസൈറ്റുകൾ എന്ന ശ്വേതരക്താണുക്കളാണ് ഇത്തരത്തിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്. ഇവ കാണപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. ഇവയിൽ അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവയാണ് ബി ലിംഫോസൈറ്റുകൾ. ബാക്കിയുള്ളവ തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നു. ഇവയാണ് ടി ലിംഫോസൈറ്റുകൾ. അപ്പോൾ നമ്മൾ 2 വിധത്തിൽ ലിംഫോസൈറ്റുകൾ ഉണ്ടെന്ന് പഠിച്ചു. ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റുകളും. എന്താണ് ആന്റിബോഡികൾ? ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ബി ലിംഫോസൈറ്റുകൾ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് ആന്റിബോഡികൾ.
3 രീതികളിലാണ് ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. 1. ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. 2. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. 3. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് 3 രീതിയിലാണ്. 1. ബാക്ടീരിയകളുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. 2. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. 3. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇനി ടി ലിംഫോസൈറ്റുകളെ കുറിച്ചും പഠിക്കാം. ഇനി എന്താണ് ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മം എന്ന് പഠിക്കാം. 1. മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. 3. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇവയാണ് ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മങ്ങൾ. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആന്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. Y ആകൃതിയിലുള്ള ഒരു പ്രോട്ടീനാണത്. ഇതിന്റെ അറ്റങ്ങളിൽ ആന്റിജനുകളെ ബന്ധിപ്പിക്കുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ ആന്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ സഹായിക്കുന്നു. IgA, IgD, IgE, IgG, IgM എന്നിങ്ങനെ 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനുകളുണ്ട്. ലിംഫും പ്രതിരോധവും. ലിംഫ് എന്താണെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നതുമായ ലിംഫ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ രക്തത്തെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നു. ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകൾ കാണപ്പെടുന്നു. ഇവ രോഗകാരികളായ ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വെച്ച് നശിപ്പിക്കുന്നു. ശരീരത്തിലെ ലിംഫിന്റെ സ്ഥാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിംഫ് വാഹി, സ്പ്ലീൻ, ലിംഫ് നോഡ്. ഇതാണ് ലിംഫ് വ്യവസ്ഥയിലെ 3 പ്രധാന ഭാഗങ്ങൾ. ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.